എനിക്കിന്ന് കാലത്ത് തന്നെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു വിചാരത്തിലാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കലാണ് അടുത്ത ടാസ്ക്. വെളിച്ചെണ്ണ നമ്മൾ സൂക്ഷിച്ച് വേണം ഒഴിക്കാൻ. കിലോന് 460 രൂപയുടെ മേലെയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ചെമ്മീൻ എന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ഞാനൊരു അരമണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വറുത്ത് കോരുവാണ്. വെളിച്ചെണ്ണ നമ്മൾ കുറേശ്ശെ ഉപയോഗിക്കണം. ഇത്രയൊക്കെ മതി അല്ലേ. ഞാൻ ഇടയിൽ റീല് കാണാൻ പോയപ്പോഴേ ഒന്ന് കരിഞ്ഞോണായി. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കാന്താരി മുളകും കൂടെ ആഡ് ചെയ്തിട്ട്, അതാണ് ഈ റെഡ് കളറ്. അതും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ സവാള ആഡ് ചെയ്തു. സവാള ഇട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് വെളിച്ചെണ്ണയുടെ കുറച്ച് കുറവുണ്ടല്ലോ. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ അധികം തീ കത്തണ്ട, പെട്ടെന്ന് വാടി കിട്ടും എന്നാണ് പഴമക്കാർ പറയാറ്. അപ്പോൾ ഓക്കെ ആയിക്കോട്ടെ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് മൺചട്ടിയിലേക്ക് മാറിയാലോ. അങ്ങനെ മൺചട്ടി എടുത്തു. അപ്പോൾ ഒരു തക്കാളി ഞാൻ ചെറുതാക്കി എറിഞ്ഞത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പുതിനയുടെ മല്ലിയില. പിന്നെ ഞാൻ മസാലകൾ ആഡ് ചെയ്ത് തന്നിട്ടൊക്കെയാണെന്ന് പറയുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്ര മതി. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മൂടി വയ്ക്കാം. ടേസ്റ്റ് നോക്കി ഉപ്പുണ്ടോ മുളകുണ്ടോ നോക്കി തീരാവോ. അത് കഴിഞ്ഞ് നമ്മുടെ ഓൾറെഡി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് മൂടി വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി നമുക്ക് ഉപ്പൊക്കെ പാകത്തിന് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞ് മൂടി വെച്ച് ഏകദേശം ഒന്ന് കുറുകി നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഉടയണ ഒരു പരിവാവണം. അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് അറിയുമോ, നമ്മുടെ ഒന്നാം പാലിൽ നല്ല കുറുകിയ ഒന്നാം പാൽ, ആ പാലും കൂടെ നടുവിലേക്ക് ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല, ഒരു നുള്ള് വെളിച്ചെണ്ണ, അതും കൂടെ വെച്ച് നന്നായിട്ട് കുറുകി ഒന്ന് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് കുഴമ്പ് പരുവത്തിലാക്കാം. നമ്മളിങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അതും ഇങ്ങനെ പിടിക്കണം. അപ്പോൾ നന്നായിട്ട് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കാം. ഇതേമേ ടേസ്റ്റ് നോക്കി നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ കോരി ഇങ്ങനെ വരുന്നില്ലേ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈസി അല്ലേ, കാണാൻ തന്നെ എന്തൊരു കൊതിയാവണില്ലേ. അപ്പോൾ ഒന്ന് കാലത്തുണ്ടാക്കിയ ബിരിയാണി റൈസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പിടി പിടിച്ചു. ട്രൈ ചെയ്ത് നോക്കൂ.